ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. MR അജിത് കുമാറിന്റെ DGP മോഹത്തിന് തിരിച്ചടിയാകും വിധമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. അധികം വൈകാതെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അക്രമ സംഭവമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ജുവൽ കുര്യാക്കോസിനെയും അതോടൊപ്പം തന്നെ AD തോമസിനെയും അടക്കമുള്ള ആളുകളെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ അന്ന് ADGP ആയിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ആയ MR അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതി പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കാര്യമായി മുന്നോട്ട് പോയില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് ഈ കേസ് പുനരന്വേഷിക്കാനുള്ള തീരുമാനമായിരുന്നു. ഷൗക്കത്ത് അലിക്ക് അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ MR അജിത് കുമാറിൻ്റെ പേര് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കേസ് അട്ടിമറിക്കാനായി ചില കീഴുദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ ചില നടപടി ശുപാർശകളൊക്കെ ആലോചിച്ചിരുന്നുവെങ്കിൽ കൂടി അതിനുശേഷം പിന്നീട് ഒരു നിയമോപദേശം കൂടി തേടിയിരുന്നു. നിയമോപദേശം കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് DGP റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. MR അജിത് കുമാറിന് സസ്പെൻഷൻ വരികയാണ്. ഉത്തരവ് അധികം വൈകാതെ പുറത്തിറങ്ങും.